ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യ ഇപ്പോൾ വളരെ വലിയൊരു യുദ്ധഭീതിയിലാണ്. ആ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. 1980കളിലെ ഇറാഖുമായുള്ള യുദ്ധത്തിനു ശേഷം ഇറാനെതിരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് വെള്ളിയാഴ്ച രാവിലെ നടന്നത്. സംഘർഷം പിരിമുറുക്കങ്ങളും ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചതായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇറാന്റെ തലസ്ഥാനവും പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തെയും ആണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ അർദ്ധസൈനിക സേനയായ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ജനറൽ ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടു. ഇറാനിലെ നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പ്രധാന ശാസ്ത്രജ്ഞരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുമായും അടുത്തതും സൗഹൃദപരവുമായ ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും സംഘർഷം കുറയ്ക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്നും ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കാനും സുരക്ഷിതരായിരിക്കാനും പ്രാദേശിക സുരക്ഷാ ഉപദേശങ്ങൾ പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഡ്രോൺ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ. 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തോടുള്ള പ്രതികരണം കഠിനവും നിർണായകവുമായിരിക്കുമെന്ന് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ വാർത്താ ഏജൻസിയായ ഇർനയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവന പുറത്തുവിട്ടത്. ജനവാസ കേന്ദ്രങ്ങളിലടക്കം ഇസ്രായേൽ ആക്രമിച്ചു. കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മഹത്തായ ഇറാനിയൻ ജനതയ്ക്ക് എന്ന് പറഞ്ഞാണ് ഖമേനിയുടെ പ്രസ്താവന തുടങ്ങുന്നത്. സയന്റിസ്റ്റ് ഭരണകൂടം ദുഷിച്ചതും രക്തരൂഷിതവുമായ കരങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് കുറ്റകൃത്യം നടത്തി. ജനവാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തി ദുഷ്ടത വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി സ്വയം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ വിധി അവർക്ക് ലഭിച്ചിരിക്കുമെന്നും ഖമേനി വ്യക്തമാക്കി. അതേസമയം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് സഹായം നൽകിയിട്ടില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സൈനിക വക്താവ് പ്രതികരിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.